ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, യുവ ജനങ്ങളെ, യേശുനാഥൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പരിശുദ്ധ കുർബാന. യേശുനാഥൻ പറഞ്ഞു ശിഷ്യന്മാരോട്, ഞാൻ നിങ്ങളോട് കൂടെ ലോക അവസാനം വരെ ഉണ്ടായിരിക്കും, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ രണ്ട് വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് യേശുനാഥൻ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ഈ ലോകത്ത് നിന്ന് പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സമയമായപ്പോൾ യേശുനാഥൻ ചിന്തിച്ചിട്ടുണ്ടാകും, ഈ ജനത്തെ ആര് നോക്കും? അതുകൊണ്ട് തന്നെ യേശുനാഥൻ കുർബാന സ്ഥാപിക്കാനായി ചിന്തിച്ചു, അത് സ്ഥാപിച്ചു. കാരണം യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ആ യേശുവിൻ്റെ പരിശുദ്ധമായ ബലി അർപ്പിക്കാനായി നമ്മൾ വരുമ്പോൾ നമ്മൾ ഓർക്കണം, എത്രമാത്രം ശുദ്ധമായ മനസാക്ഷിയോട് കൂടിയിട്ടാണ് ഈ ദിവ്യബലി നമ്മൾ അർപ്പിക്കുന്നത് എന്ന്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളുമൊക്കെ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ദിവ്യബലി ഭക്തിപൂർവം നമുക്കർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയണമേ കർത്താവേ,
ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വേകശക്തനാം ദൈവമേ, നാഥനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാണേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാലനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ പിതാവേ, അങ്ങയുടെ ഏകജാതന്റെ പെസഹാ രഹസ്യം വഴി മനുഷ്യവർഗത്തെ അങ്ങ് വീണ്ടെടുത്തുവല്ലോ. പരിശുദ്ധ ദിവ്യകാരുണ്യം വഴി ക്രിസ്തുനാഥന്റെ മരണവും പുനരുത്ഥാനവും വിശ്വസ്തയോടെ പ്രഖ്യാപിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ രക്ഷണം
നിരന്തരം അനുഭവവേദ്യമാകുവാൻ കൃപയരുളണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ.